നമസ്കാരം ഗൈസ്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ തിരക്കിട്ട് എറിയുന്നത് എന്താണെന്നല്ലേ, ഇന്നത്തെ ഇതൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അതായത് വെജിറ്റബിൾസ് പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്നൊരു വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ കടയിലൊക്കെ പോയിരുന്നപ്പോഴേക്കും സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല, കടയിൽ നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടാക്കാനായിട്ട് വെജീസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. തക്കാളി, സവാള, ബീൻസ്, അങ്ങനെ വെജിറ്റബിൾസിന് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വെജിറ്റബിൾസ് അങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങി. സവാള കട്ട് ചെയ്യാനുണ്ട്, നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുണ്ട്. സവാള ഒന്നും അധികം വേണ്ട, ഞാനൊരു സവാളയുടെ പകുതി, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാളയുടെ പകുതിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾസൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ്, സവാള, തക്കാളി, മല്ലിയില, ബീൻസ്, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂ കിസ്മിസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇച്ചിരി നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് ഇട്ടാൽ കേട്ടോ. നന്നായിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഞെരടി ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ, കാരണം നന്നായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിലുണ്ടായിരുന്നു. ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലാതെ നേരിട്ട് ഒരിക്കലും കാഷ്യൂ ഒന്നും ഒരിക്കലും നേരിട്ട് ഫുഡിലേക്ക് കുക്ക് ചെയ്യരുത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ കണ്ടോ ക്ലീനായി. അപ്പോൾ അതും ക്ലീനായി. അപ്പോൾ നമുക്കിനി തുടങ്ങാം കേട്ടോ. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ ഞാൻ, അല്ലെങ്കിൽ കരിഞ്ഞിട്ടൊക്കെ പോയാലോ. അപ്പോൾ അതുകൊണ്ട് താണ്ടേ പാത്രം വെച്ച് ഗ്യാസൊക്കെ ഓണാക്കി. അതിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, പാത്രത്തിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്തു. അതിങ്ങനെ ഇതാ കുറച്ച് നെയ്യിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പുകയൊക്കെ വന്നത് പുകഞ്ഞോ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകൾ കേട്ടോ. അപ്പോൾ അതാണ്ട് നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചി കൊത്തിയരിഞ്ഞത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണം അങ്ങനെ മാറുക അങ്ങനെയൊന്നുമില്ല, അതിനൊന്നുമില്ല കേട്ടോ. അതപ്പോൾ തന്നെ സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ പച്ചമുളകും കൂടി അപ്പോൾ തന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഈ സവാള ഇട്ടിട്ട് അങ്ങനെ ബ്രൗൺ കളറാകാൻ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടനൊന്ന് വന്ന് തലയൊക്കെ അങ്ങനെ പൊന്തിച്ചടിച്ചിട്ട് പോയിട്ടോ, എന്തിനാണോ എന്തോ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇതാണ്ട് സവാളയൊക്കെ സോട്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ അപ്പോൾ മറ്റേ ഇതിടാൻ മറന്നു, ഏതാ മസാലകൾ ആദ്യം തന്നെ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ മസാലകൾ ആദ്യം തന്നെ ഇട്ടാലും ഇപ്പോൾ അത് കരിഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ സ്റ്റീലിൻ്റെ തന്നെ അടിക്കും, നോൺ സ്റ്റിക്ക് പാൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം സവാളയൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി ഡാൽഡ ഇട്ടിട്ട് അതിലേക്ക് മസാലകൾ ഇടാമെന്ന് ചോദിച്ചാൽ കേട്ടോ. അതായത് ഇതാണ് എൻ്റെ മസാലക്കൂട്ടിൻ്റെ പാത്രം. അപ്പോൾ അതിലേക്ക് ആദ്യം കറുവപ്പട്ട, ഒരു 2 കഷ്ണം കറുവപ്പട്ട ഇട്ട്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ തക്കോലം, കുരുമുളക്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ ഓരോന്നോരോന്നായിട്ട് ഡാൽഡയിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഡാൽഡ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചുറ്റുമുള്ള ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ എന്താ നടക്കണേന്ന് അറിയാൻ വന്നതാട്ടോ. ചേട്ടൻ അതിൻ്റെ ഇടയിൽ വന്ന് എനിക്കും കൂടി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് അരികത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. ഇപ്പോൾ ഷോ കാണിക്കാനോ എന്തോ വന്നിരുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് തിരികെ വരാം. അപ്പോൾ അതാണ്ട് അതൊക്കെ സോട്ട് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് ഒന്നങ്ങോട്ട് ഇളക്കാം. ക്യാരറ്റ്, പിന്നെ ബീൻസ് ഇവയൊക്കെ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് എടുത്തില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തില്ല. ക്യാരറ്റ്, ബീൻസ്, തക്കാളി ഇവ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അത് അങ്ങനെ നന്നായിട്ട് വെന്തൊന്നും പോകണ്ട, വെറുതെ ഇങ്ങനെ ഒന്നങ്ങോട്ട് സോട്ട് ചെയ്താൽ മതിയാവും. അതിൻ്റെ പച്ചച്ചവ അങ്ങനെ മാറാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതിയാവും. ഈ തക്കാളിയൊക്കെ നമ്മൾ ഈ ഇരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രം എടുക്കുക, കാരണം അതിൽ കൂടിപ്പോയാൽ ടൊമാറ്റോ റൈസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ തന്നെ ധാരാളം.
പിന്നെ ഞാൻ ആ ക്യാഷും കിസ്മിസും ഇപ്പോഴാണ് ഇട്ടത്, നേരത്തെ ഇട്ടില്ല. ഇപ്പം ഇങ്ങനെ ഈ ഇടയിലിട്ടാലും മതിയാവും കേട്ടോ. അത് അതിൻ്റെ ആ ഓയിൽ കണ്ടൻറ്റിൽ തന്നെ കിടന്ന് അത് ഫ്രൈ ആയിക്കോളും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇട്ടു എന്നിട്ട് ഒരുവിധം നന്നായിട്ട് സോട്ട് ചെയ്യാം. അതിന് ശേഷം എന്താണ് കുറച്ച് നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി ഐറ്റംസ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല കേട്ടോ. പൊടി ഐറ്റംസ് ഇതിപ്പോൾ ഞാൻ വെജ് റൈസ് ആയതുകൊണ്ട് മസാലകൾ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അടുത്തത് മുളക് പൊടി കേട്ടോ. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കണ്ടോ, ഇത്രയൊക്കെ ഇടുന്നുള്ളൂ. 1 ടീസ്പൂൺ തികച്ചൊന്നും ഇട്ടില്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇടാം. പിന്നെ അല്ലാതെ നമ്മൾ ഇഞ്ചി ഇടുന്നുണ്ട്, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണ്ടി മാത്രം ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ട ഒരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു. അപ്പം ഉപ്പ് ഇടണ്ട കേട്ടോ. ഉപ്പ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഗരം മസാല ഞാൻ മസാല എന്ന് പറയാൻ മസാലപ്പൊടി എന്ന് പറയാൻ ഈ ഒരു ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ. കാരണം മസാല അധികം വേണ്ട, വെജ് റൈസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാല മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മിതമായ രീതിയിൽ മാത്രം മസാലകൾ നമ്മളിതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടി ഐറ്റംസൊക്കെ ഇട്ടുകൊണ്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ഒരുവിധം നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ഇത് ജീരകശാല റൈസ് ആട്ടോ. ജീരകശാല റൈസ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഞാൻ ഇങ്ങനെ അരിപ്പയിൽ അരിച്ചിട്ട് വച്ചിരുന്നതാണ്. അപ്പോൾ അതേ റൈസ് അതിലേക്കിട്ട് അതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ഒരുപാട് വറുക്കരുത് കേട്ടോ. ഈ വെജിറ്റബിൾസിൻ്റെ മസാലയുടെ ഒക്കെ കൂടെ കിടന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ടാവണം. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ അരിപ്പയിലിട്ട് അരിച്ച് വെച്ചിട്ട് അതാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ, പാത്രത്തിലേക്ക് ഇടുമ്പോൾ അതാണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല. വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 2 ഗ്ലാസ് അരിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്ത് ഈ മസാലയിലേക്ക് നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം എന്താണ്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഞാൻ 1 ഗ്ലാസ് അരിക്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത് ജീരകശാല അരിക്ക്. അപ്പോൾ 2 ഗ്ലാസ് അരിക്കും കൂടെ 1.5 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ ഒഴിച്ചു കേട്ടോ. ആ വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് ഇനിയാണ് ഉപ്പിടേണ്ടത്. മുന്നേ ഉപ്പിടരുതായിരുന്നു. നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഉപ്പിടുക അങ്ങനെ വേണ്ട. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രം ഉപ്പിടുക, എന്നാലാണ് ആ വെള്ളത്തിൽ ലയിച്ച് എല്ലാത്തിലും അതങ്ങ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉപ്പിട്ടതിന് ശേഷം ഉപ്പുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാനത് മൂടി വെച്ച് വേവാൻ അനുവദിച്ചു. അതിനുശേഷം നമുക്കിനി ഒരു സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി സാലഡ് ഉണ്ടാക്കാനായിട്ട് സവാള, തക്കാളി, ഇച്ചിരി മല്ലിയില, ഇതൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളക്, ഇഞ്ചി ഒക്കെ കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് അതിൻ്റെ തൈര് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് എടുത്തപ്പോഴേക്കും സാലഡ് റെഡി. അത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെജ് റൈസ് റെഡി ആയിട്ട് കുറച്ച് മല്ലിയിലയൊക്കെ തൂവി ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് 2 ഉണ്ണികളുണ്ട്. ചുച്ചുമോളും മോളുടെ കുഞ്ഞനും 2 പേരും വെജ് റൈസ് കഴിക്കാനായിട്ട് വളരെ ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുകയാണ്, വളരെ ഇതായിട്ടിരിക്കുകയാണ്. 2 പേർക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പേരും അവർ പറഞ്ഞ പാത്രത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ. 2 പേർക്കും അവരവർ പറഞ്ഞ പാത്രത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുച്ചുവിന് ആദ്യം കൊടുത്ത പ്ലേറ്റിൽ ചുച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു, അത് അമ്മൂന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ലഞ്ചൊക്കെ വിളമ്പി. കുഞ്ഞാപ്പി ഊതുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഊതിയൊക്കെയാണ് പുള്ളിക്കാരൻ കഴിക്കണം. ആ ചേട്ടനെ കൊടുത്തു വെച്ചു, അവർ കഴിച്ചു തുടങ്ങി. കുഞ്ഞാപ്പി പറയാണ് സൂപ്പറായിട്ടുണ്ട് വല്യമ്മ എന്നൊക്കെ പറയണ കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ട് കുഞ്ഞാപ്പി പറഞ്ഞില്ല, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വെജിറ്റബിൾ റൈസ്. അപ്പോൾ അതാ ഞാനും ഇരുന്നു. അപ്പോൾ ഇനി വിശക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തേക്ക് 2 മണിയായിരുന്നു. 2 മണിയായപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാനായിട്ട് എല്ലാവരും സെറ്റ്. ചേട്ടൻ പിന്നീടാണ് വരുന്നത്, ചേട്ടൻ അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അമ്മ, ഞാൻ, കുട്ടിപ്പട്ടാളം 2 പേര്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ടൈം.